ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മസാല പൂരിയും ഒരു വെറൈറ്റി പൊട്ടറ്റോ ബാജിയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് മസാലപ്പൂരി ഉണ്ടാക്കാനുള്ള ഡോ റെഡിയാക്കാം. അതിനുവേണ്ടി 2 കപ്പ് മാവാണ് ഞാൻ എടുക്കുന്നത്, ആട്ടമാവ്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത്രയും തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു നല്ല ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൂരിക്കുള്ള ഡോ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ബാജി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൊണ്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റിൽ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ക്യാരറ്റ് ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇനി ഒരു സംഭവം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്, അതൊന്ന് തിളക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 2 ചെറിയ സ്പൂൺ കടലമാവ് വെള്ളത്തിൽ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി പൊട്ടറ്റോ ബാജി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇപ്പം നമുക്ക് അടുത്തത് പൂരി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഡോ എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പരത്തി പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിന് എല്ലാവർക്കും അറിയാമല്ലോ പൂരി ഉണ്ടാക്കാനൊക്കെ. നമ്മുടെ ആദ്യത്തെ പൂരി റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ അടുത്തത് ഉണ്ടാക്കി അങ്ങനെ എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. അങ്ങനെ ഞാൻ പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് 2 പാത്രത്തിലായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഇപ്പം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് പൂരി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ പൂരി എല്ലാം റെഡിയായി. പൂരിയും ഭാജിയും കൂടെ ഞാനൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.